വിശുദ്ധ ഹെലേന. വിശുദ്ധ ഹെലേന ഏഷ്യ മൈനറിലെ ബിഥിനിയായിൽ ജനിച്ചതായാണ് കരുതപ്പെടുന്നത്. യേശുവിനെ തറച്ച യഥാർത്ഥ കുരിശ് ജെറുസലേമിൽ നിന്നും കണ്ടെത്തിയത് വിശുദ്ധ ഹെലേനയാണ് എന്ന വിശ്വാസം സഭയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചരിത്രത്തിന് പിന്നിലേക്ക് അല്പം ചലിക്കേണ്ടി വരും. ജൂതന്മാരുടെ പ്രക്ഷോഭത്തിനു മുൻപ് റോമൻ ചക്രവർത്തിയായ ഹെഡ്രിയാൻ ജൂദിയ പ്രദേശത്തെ സിറിയ പലസ്തീന എന്ന് പുനർനാമകരണം ചെയ്തു. ഏതാണ്ട് 324 80-ാം വയസ്സിൽ തന്റെ മകന്റെ അംഗീകാരത്തോടെ വിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഹെലേന പാലസ്തീനയിലേക്ക് യാത്രയായി. യേശു മരിച്ച കുരിശ് കണ്ടെടുക്കുക എന്ന തീവ്രമായ ആഗ്രഹത്താലായിരുന്നു ആ യാത്ര. 326 ആയപ്പോൾ ജുപ്പിറ്റർ ക്യാപിറ്റോളുനൂസിന്റെ ക്ഷേത്രം തകർക്കുകയും അവിടം ഖനനം ചെയ്ത് കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ യേശുവിന്റെ കല്ലറയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തി. തുടർന്ന് കല്ലറയ്ക്ക് മുകളിലായി ഒരു ചെറിയ ദേവാലയം പണികഴിപ്പിച്ചു. നൂറ്റാണ്ടുകളായി പലവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ ദേവാലയമാണ് ജെറുസലേമിലെ ഇന്നത്തെ ഹോളി സെപ്പൾച്ചർ ദേവാലയം. കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷം വിശുദ്ധ കാൽവരിയിൽ നിന്നും 3 കുരിശുകൾ കണ്ടെത്തുന്നു. സുവിശേഷകർ രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾക്കും ആണികൾക്കുമൊപ്പമായിരുന്നു അവ കണ്ടെടുക്കപ്പെട്ടത്. എന്നാൽ അവയിൽ നിന്നും യേശു മരണം വരിച്ച കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതേ തുടർന്ന് മക്കാരിയൂസ് മെത്രാന്റെ ഉപദേശപ്രകാരം രോഗസൗഖ്യത്തിന് ഒട്ടും സാധ്യതയില്ലാത്ത അസുഖം ബാധിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ 3 കുരിശുകളും കൊണ്ട് സ്പർശിച്ചു നോക്കുവാൻ അവർ തീരുമാനിച്ചു. അപ്രകാരം 3-ാമത്തെ കുരിശ് മുട്ടിച്ചപ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീ എഴുന്നേൽക്കുകയും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. സന്തോഷത്താൽ മതിമറന്ന ആ ചക്രവർത്തിനി കാൽവരിയിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ഈ കുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിയാതെ ഹെലേന റോമിലേക്ക് പോയി. AD 330 വിശുദ്ധ മരണപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്.